നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിച്ച ഈ അത്യത്ഭുതകരമായ ദൈവിക സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി നമ്മളിൽ ഓർത്തുകൊണ്ട് ദൈവം നമ്മോടുകൂടെ നമ്മുടെ സകല പാപങ്ങളും കടങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇനി ഒരു ബലിയർപ്പിക്കാൻ ഇല്ല. നമുക്ക് ഏക ബലിയാണ് ഈശോ അർപ്പിച്ചത് ലോകം മുഴുവൻ്റെയും പാപത്തിന് വേണ്ടി. നമുക്കൊരിക്കൽ കൂടി ആ ബലിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് കഴിഞ്ഞു. ദൈവമേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നദി, എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കാറ്റഗിസം ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ശബ്ദമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കണ്ണടച്ച് യേശു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഓ ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്ന അങ്ങയുടെ പൂർണ്ണമായ സാന്നിധ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഈശോ. ആ ഉള്ളിൻ്റെ ഉള്ളിൽ ലയിച്ച് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണവും ശക്തീകരണവും മഹത്വീകരണവും നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ അത്ഭുതകരമായ പ്രസാദപരത്താൽ രൂപാന്തരീകരിക്കണമേ. വെള്ളം വീഞ്ഞാക്കിയ പോലെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരീകരിക്കണമേ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഒരിക്കൽ കൂടി പ്രൈസ് ദ ലോർഡ്. ഇന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഇന്ന് കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഈ മലങ്കര കുർബാനയിൽ പല പ്രാവശ്യം പറഞ്ഞൊരു വാക്കാണ് കുരിയലൈസോൻ, കുരിയലൈസോൻ, കുരിയലൈസോൻ എന്ന് പറഞ്ഞ അർത്ഥം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ അല്ലേ? കരുണാസമ്പന്നനായ കർത്താവ് ആ കരുണ മുഴുവനും നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഞാനിങ്ങനെ പല പ്രാവശ്യം പറയുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, അപ്പം ബ്രദർ പറയണത് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള മാതിരിയാണല്ലോ. ബ്രദർ പറയണതല്ല. ഈ കുർബാനയിൽ മുഴുവനും നമ്മൾ എന്താ പറയണേ? അങ്ങയുടെ തിരുശരീരവും തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. രക്ഷിച്ചോ? 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 ഈശോ അർപ്പിച്ച ബലിയിലൂടെ ലോകം മുഴുവനും രക്ഷ ലഭിച്ചുവോ? അപ്പോൾ ഇതാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന ഈ പാപത്തിൽ യേശു നമ്മളെ രക്ഷിച്ച് സുഖപ്പെടുത്തുന്ന ഒരവസ്ഥയല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിനേക്കാളെല്ലാം വളരെ വലുതാണ്. നമ്മുടെ വിശ്വാസം എന്നത് ലോകത്തിൻ്റെ മുഴുവൻ പാപവും യേശു ഏറ്റെടുത്തു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി, വായിക്കാം ആ വചനം, അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം. ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്, പറയാറുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്:
മനുഷ്യരുടെ രക്ഷയ്ക്കായി ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കായി എന്നാണോ? മനുഷ്യവംശം മുഴുവന്റെയും രക്ഷയ്ക്കായി. ഈശോ രക്ഷകനായി പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് എന്താ മാലാഖമാർ പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സകലർക്കും സമാധാനം. അന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നോ? യേശു ജനിച്ച ആ നാളിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നോ? എത്ര ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു? ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനി എന്നാ ഉണ്ടായത്? ക്രിസ്ത്യാനികൾ ഉണ്ടായത് പന്തക്കൊസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ രൂപാന്തരീകരിക്കപ്പെട്ട് ഒരു പുതിയ ജനത ഉണ്ടായി. അവരെ മറ്റുള്ളവർ പറയാൻ തുടങ്ങിയത് ഇവര് വേറൊരു പാർട്ടിയാണ്, ഇവര് ക്രിസ്ത്യാനികളാണ്, അവർ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അവരുടെ ആരാധനകളെല്ലാം. പന്തക്കോസ്ത എല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സമൂഹത്തെ, അതായത് പന്തക്കോസ്ത മുതലാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ജനിച്ചപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. യേശു കുരിശിൽ മരിച്ചപ്പോഴും ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ മത്തായി, മർക്കോസ്, ലൂക്ക്, യോഹന്നാൻ എഴുതിയ സുവിശേഷ കാലഘട്ടത്തിൽ, അതായത് 3 വർഷത്തെ യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അവിടെ കാണുന്ന ആളുകളും കഥാപാത്രങ്ങളും വ്യക്തികളും ആരും തന്നെ ക്രിസ്ത്യാനികളായിരുന്നില്ല. കാരണം ക്രിസ്ത്യാനി ഉണ്ടായത് പെന്തക്കോസ്ത് കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ ചില കണക്കുകൂട്ടലുകൾ നമുക്കുണ്ടാകണം വിശ്വാസം വർദ്ധിക്കാൻ. അപ്പോൾ ഈ യേശു ആർക്ക് വേണ്ടിയാ വന്നേ? യേശു ആർക്ക് വേണ്ടിയാണ് വന്നത്? അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന വചനമാണ്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29-ലും 39-ഉം വചനങ്ങളിലാണ് പറയുന്നത്. 35-ാമത്തെ വചനത്തിൽ 29-ഉം 35-ഉം. 35-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 29-ാമത്തെ വചനം വായിക്കാം. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ. എല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരുടെ പാപം നീക്കുന്ന? ലോകത്തിന്റെ പാപം. പാപങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പാപം. എന്താണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? വാസ്തവത്തിൽ എങ്ങനെ പാപം ഉണ്ടായെന്ന് നമ്മൾ പഠിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ. ഈശോ പരിസേയരെ നോക്കിയിട്ട് പറഞ്ഞു, അണലി സന്തതികളെ. കേൾക്കുമ്പോൾ തന്നെ പേടിയാകാണില്ലേ? അണലി സന്തതികളെ, നിങ്ങൾ എങ്ങനെ നന്മ ചെയ്യും? ഇതാണ് ഭാഷയുടെ പരിമിതികളുണ്ട്. ഞാനൊരിക്കൽ തമിഴ്നാട്ടിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ ധ്യാനം ഇംഗ്ലീഷിലായിരുന്നു, കുർബാനയൊക്കെ തമിഴിലാണ്. അപ്പം അന്നത്തെ വായന ഈ ഭാഗമായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 32-34 വചനങ്ങളാണ് ഇതെല്ലാം. അതിൽ വായിച്ച് കേട്ടപ്പോൾ എന്നെ കോരിത്തെരിപ്പിച്ചു.
തമിഴിൽ അതിങ്ങനെയാണെന്ന് അവർ വായിച്ചത്. അച്ഛൻ വചനം വായിക്കാൻ, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും. നിങ്ങൾക്ക് ഇത്രയൊക്കെ തമിഴ് അറിയാലോ അല്ലേ? ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും. ഒന്നെല്ലാവരും പറഞ്ഞേ, അണലിപ്പാമ്പിൻ പൈതങ്ങളെ. കണ്ടോ അതിന്റെ ധ്വനി, അർത്ഥത്തിന് ഒരു വാത്സല്യം വരുന്നുണ്ടല്ലോ ഇല്ലേ? അണലി സന്തതികളെ എന്ന് പറഞ്ഞ അർത്ഥം തന്നെയാണ് അണലിപ്പാമ്പിൻ പൈതങ്ങൾ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വാത്സല്യം നിറഞ്ഞ ഒരു ആഹ്വാനം പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഈശോ പറഞ്ഞ വാക്കിന്റെ മൂലാർത്ഥം നോക്കുകയാണെങ്കിൽ ഈശോ കരുണയോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വേറെ വാക്കില്ലാഞ്ഞിട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ മനസ്സിൽ ഇരിപ്പുണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാവത്ത്. എന്താണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യവംശം മുഴുവനും പാമ്പിൻ കുഞ്ഞുങ്ങളെ പോലെ ഒരു വിഷം പരമ്പരയായിട്ട് സമ്പാദിച്ചിട്ടുള്ളവരാണ്. അഥവാ അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഒരു പാമ്പിൻ കുഞ്ഞിന്റെ അകത്ത് വിഷമുള്ളത് കൊണ്ട് ആ പാമ്പിൻ കുഞ്ഞിന് ആ വിഷം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് ആ പാമ്പും കുഞ്ഞിന്റെ കുറ്റമാണോ? പാമ്പൻ കുഞ്ഞിന്റെ അകത്ത് വിഷം വന്നത് ആ കുഞ്ഞിന്റെ വല്ല പ്രവൃത്തി കൊണ്ടാണോ? എന്ന പോലെയാണ് എല്ലാ മനുഷ്യരിലും പാപം വന്നത് തള്ളപ്പാമ്പിൽ നിന്നും പാമ്പും കുഞ്ഞിലേക്ക് വരുന്ന പോലെ ആദിമാതാപിതാക്കളായ ആദവും ഹവയും പാപം ചെയ്ത ആ ഉത്ഭവ പാപത്തിൽ നിന്നാണ് എല്ലാവരിലും പാപം വന്നത്. അതാണ് ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള പഠനം. ഉത്ഭവപാപത്തെക്കുറിച്ച് തന്നെ പഴയ നിയമത്തിൽ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈശോ അന്ത്യത്താഴവേളയിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, മത്തായി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം പറയുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നമ്മൾ സാധാരണയൊക്കെ വിചാരിച്ചേക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെയും വിചാരിക്കാം. എന്നാൽ സഭയുടെ പ്രബോധനത്തിൽ പറയുന്നത്, ഈശോ അവിടെ വ്യക്തമാക്കുന്നത്, നിങ്ങളുടെ പാപത്തിന്റെ മൂലകാരണത്തെക്കുറിച്ച്, ആ ഉത്ഭവപാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ്. ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവുണ്ടായാലേ നമ്മളുടെ പാപമോചനത്തെക്കുറിച്ച് അറിവുണ്ടാവുകയുള്ളൂ. അഥവാ യേശു ഏത് പാപമാണ് മോചിപ്പിച്ചതെന്ന് മനസ്സിലാകുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ യഥാർത്ഥമായി ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള പ്രബോധനം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ്ലീഹ ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ പാപം മൂലം. നമുക്ക് എടുക്കാം റോമാക്കാർക്കെതി ലേഖനം 5-ാം അധ്യായത്തിൽ, റോമാക്കാർക്കെതി ലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള വചനം വായിക്കാം. റോമാക്കാർക്കെതി ലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള വചനത്തിൽ പറയുന്നത് ഇതാണ്: ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒരു മനുഷ്യൻ മൂലം പാപവും. ഈ സഹോദരി വായിക്കുന്നത് അവിടെ എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടി വായിച്ചേ. ഒരു മനുഷ്യൻ മൂലം. കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് കരമുയർത്താമോ? അറ്റത്ത് കേൾക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ മൂലം. യെസ്, ഓക്കെ. ഒരു മനുഷ്യൻ മൂലം. എല്ലാവരും ശബ്ദം ഉയർത്തുന്നേറ്റ് പറയാം. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പൊ ആര് മൂലമാണ് എല്ലാ പാപവും ഉണ്ടായത്? ഒരു മനുഷ്യൻ. ഏതാണ് ആ ഒരു മനുഷ്യൻ? ആദം മൂലം. ഇനി അടുത്തത് കേട്ടോട്ടോ, എല്ലാവരും ഏറ്റു പറഞ്ഞ്. അപ്രകാരം എല്ലാവരും പാപം ചെയ്തത് മൂലം മരണം എല്ലാവരിലും വ്യാപിച്ചു. അപ്പൊ ഇവിടെ മരണം എന്ന് പറയുന്നത് ആത്മാവിന്റെ മരണം. രണ്ട് മരണമാണുള്ളത്. ഒന്ന് നമ്മുടെ ആത്മീയമായ മരണം, ഒന്ന് ശാരീരികമായ മരണം. അപ്പൊ ആദവും ഹവ്വയും പാപം ചെയ്ത നിമിഷത്തിൽ തന്നെ അവരുടെ ആത്മാവിലുള്ള ആ പ്രസാദപര അവസ്ഥ നഷ്ടപ്പെട്ട് അവരുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലായി. പക്ഷേ ആദം ശാരീരികമായിട്ട് മരിക്കുന്നത് 900 വർഷം കഴിഞ്ഞപ്പോഴാണ്. 900-ലധികം വർഷം ആദം ജീവിച്ചു. ശാരീരികമായ മരണം 900 വർഷം കഴിഞ്ഞപ്പോഴാണ്. എന്നാൽ ആദം പാപം ചെയ്ത നിമിഷത്തിൽ ആദത്തിന്റെ ആത്മാവിൽ നിന്നുള്ള ദൈവവര പ്രസാദ അവസ്ഥ മാറി. ദൈവ ചൈതന്യം വിട്ടു. നിത്യജീവന്റെ അവസ്ഥ വിട്ടു. ദൈവിക ജീവന്റെ അവസ്ഥ വിട്ടു. അത്തരത്തിലുള്ള ഒരു മരണമാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. പാപം മൂലം മരണമുണ്ടായി. പാപത്തിന്റെ വേദനം മരണമാണെന്നെല്ലാം പറയുന്നത്. ആ ആത്മാവിലുള്ള പ്രസാദപര അവസ്ഥ മാറി ആത്മാവ് ദൈവവര പ്രസാദമില്ലാത്ത മരിച്ച അവസ്ഥയിലേക്ക് വന്നു. ഒന്നുകൂടി വായിച്ചേരി. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ആരിലെല്ലാം വ്യാപിച്ചു? ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരിലും ആത്മീയമായ ഈ മരണം വ്യാപിച്ചു. ഈ ഫാനൊന്നും ഇങ്ങോട്ട് തിരിച്ചു വെച്ചല്ലേ, ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇങ്ങോട്ടേക്ക് തിരിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത ഭാഗം എന്താണെന്ന് കേട്ടോ. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശു ക്രിസ്തുവും എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഇവിടെയാണ് ശരിക്കും പഠിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ പാപം മൂലം ലോകം മുഴുവനിലും ഉള്ള മനുഷ്യർ പാപത്തിന്റെ മരണത്തിന്റെ കീഴിലായെങ്കിൽ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ നീതിപൂർവമായ പ്രവൃത്തിയിലൂടെ ആരെല്ലാം രക്ഷപ്രാപിച്ചു? ആദം മൂലം ആരെല്ലാം പാപത്തിൽ വീണോ അവരെല്ലാവരുടെയും പാപത്തിന് പരിഹാരമാണ് യേശു ചെയ്തത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആദത്തിന്റെ ആ മരണമായ അവസ്ഥ, പാപം മൂലമുള്ള മാരകമായ അവസ്ഥയും ശാരീരികമായ മരണാവസ്ഥയും യേശു തൻ്റെ പാപമില്ലാത്ത തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. തൻ്റെ ശരീരത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നിലുണ്ടായിരുന്ന നിത്യജീവൻ കൈമാറി. ആദത്തിനും ആദം മൂലമുണ്ടായ പാപാവസ്ഥയിലുള്ള എല്ലാ മനുഷ്യർക്കും ആ നിത്യജീവൻ നൽകി. അതാണ് തൻ്റെ മരണത്താൽ അവൻ മരണത്തെ ജയിച്ചു എന്ന് പറയുന്നത്.
By his death he conquered death. By his raising he restored life. അതായത് ആദം ഹവ്വയും അതുമൂലമുണ്ടായ പാപം മൂലമുണ്ടായ മരണാവസ്ഥ യേശു ഏറ്റെടുത്തു. യേശുവിലുണ്ടായിരുന്ന ജീവാവസ്ഥ ആദത്തിനും ആദത്തിന്റെ പാപം മൂലം ഉണ്ടായ ലോകം മുഴുവനിലേക്കും കൊടുത്തു. ഇത് ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണോ, സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണോ? സംഭവിച്ചു കഴിഞ്ഞോ? സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇതാണ് ഗുഡ് ന്യൂസ്. ഇതാണ് രക്ഷാകര രഹസ്യത്തിന്റെ ഒരു വാർത്ത. നമ്മളുടെയും എല്ലാവരുടെയും എല്ലാ ജാതി മതസ്ഥരിലും പാപമുണ്ടായത് ആദത്തിന്റെ പാപം മൂലമാണെങ്കിൽ ആ ആദം മൂലമുണ്ടായ പാപവും പാപത്തിന്റെ ശിക്ഷയും പാപത്തിന്റെ ശാപവും എല്ലാം യേശു ഏറ്റെടുത്തുകൊണ്ട് തന്റെ ജീവൻ അവർക്ക് നൽകിയിരിക്കുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. എങ്കിലും ഇത് പലർക്കും അറിയില്ല, പലർക്കും ഇത് വിശ്വാസവുമാവുന്നില്ല. ഈ വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു ചെയ്ത ഈ ജീവദായകമായ പ്രസാദപരം സൗജന്യമായി ലഭിക്കുകയാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, കാരണം യേശു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്താൽ മതി? യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ആ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ ഈ യേശു നമുക്ക് നൽകിയ രക്ഷാകരമായ ജീവൻ മുഴുവനും നമ്മളിലേക്ക് ഡ്രെന്ന് വന്ന് കിട്ടുകയാണ്. മാത്രമല്ല, അത് വിശ്വസിച്ച് അതിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് മറ്റൊരു ആനുകൂല്യം കൂടിയുണ്ട്. അവന്റെ ആ വിശ്വാസം മൂലം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമില്ലാത്ത മറ്റൊരുവനെ രക്ഷിക്കാൻ ഉള്ള കൃപയും അവനിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസിയുടെ പ്രാർത്ഥന, കുർബാനയിൽ വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഈശോ ഒരു ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 വിശ്വാസികൾ ഒരു തളർവാദ രോഗിയെ പൊക്കിക്കൊണ്ട് വന്നപ്പോ വലിയ ജനക്കൂട്ടം, വീടിന്റെ അകത്ത് പ്രവേശിക്കാൻ സ്ഥലമില്ല. അവരെന്ത് ചെയ്തു? എന്നാ നമുക്ക് മടങ്ങിപ്പോകാന്ന് വിചാരിച്ചില്ല. അവർ പറഞ്ഞു, എന്ത് കാരണവശാലും യേശുവിനെ കണ്ടിട്ട് പോകുള്ളൂ. അവർ വല്ലവരുടെയും വീടിന്റെ കൂര പൊളിക്കണ കണ്ടിട്ട് യേശു ഇങ്ങനെ നോക്കി, എന്താ സംഭവിക്കണേ? നോക്കുമ്പോ എന്താ, 4 മാന്യന്മാര് ധൈര്യപൂർവ്വം കൂര പൊളിച്ച് ഒരുവനെ താഴോട്ടിങ്ങനെ കയറിൽ തൂക്കി ഇറക്കിയേക്കണം. എന്നിട്ട് അവിടെ പറയുന്നു, ഇതാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിലെല്ലാം പറയുന്നത് കേൾക്കുക. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം. അവരുടെ വിശ്വാസം കണ്ടോ? എല്ലാവരും ഒന്ന് കരമുയർത്തി ഏറ്റു പറഞ്ഞത്, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ തളർവാദ രോഗിക്ക് വിശ്വാസമില്ല, കാരണം അവൻ തളർന്ന് മരവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതോടൊപ്പം അവനൊരു പാപിയാണ്. എന്നാൽ യേശു അവനിൽ കാണുന്നത് ആരെയാണ്? മകനെ. കേട്ടോ? യേശു എന്താ വിളിച്ചത്? മകനാണ് അവൻ. അവൻ പ്രഥമമായി പാപിയാണോ മകനാണോ? അവൻ ആരാണ്? മകനാണ്. മകനെ. അവരുടെ വിശ്വാസം കണ്ടിട്ട്, അപ്പൊ അവരുടെ വിശ്വാസത്തിലൂടെ വിശ്വാസമില്ലാത്ത ഒരുവൻ ദൈവത്തിന്റെ മകനാവുകയും അവന്റെ സകല പാപങ്ങളും ഈ വിശ്വാസിയുടെ പ്രാർത്ഥനയിലൂടെ മാറ്റപ്പെടുന്നു. ഇതാണ് നമ്മളാകുന്ന വിശ്വാസികളിലൂടെ ഈ ലോകം മുഴുവനിലുമുള്ള
വിശ്വാസത്തിലേക്ക് ഇതുവരെ വരാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും എന്ന് പറഞ്ഞാൽ സഭയിൽ 500,000 5 ലക്ഷത്തിലധികം വിശുദ്ധ ബലി ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്നുണ്ട്. 5 ലക്ഷത്തിലധികം വിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ വിശ്വാസമില്ലാത്ത അനേകരെ കർത്താവേ കരുണയായിരിക്കണേ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കണേ. കാരണം പാപം ക്ഷമിക്കുന്നതിനുള്ള ഏക ബലി യേശു അർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ബലിയിലൂടെ ഒഴുകുന്ന കൃപാവരം ഒഴുക്കുന്നതിനുള്ള ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത് പാപിയെ ഒരിക്കലും ശിക്ഷിക്കാത്ത, പാപിയോട് കരുണ കാണിക്കുന്ന, പാപിയെ രക്ഷിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നൽകിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിയുടെ പ്രധാന തത്വം ഇന്ന് നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ രക്ഷയല്ല യേശു ചെയ്തത്. അതതിലുണ്ട്. എന്നാൽ ലോകം മുഴുവന്റെയും പാപം യേശു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിൽ വരുന്നത്. ലോകം മുഴുവനും ഉണ്ടായ പാപം ആദത്തിലൂടെയാണ് ഉണ്ടായത്. ഇനി നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ കുറച്ച് സംശയങ്ങൾ വരാം. ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞു, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഒരു കടലാസിൽ കുറിച്ച് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം തരാം. വലിയൊരു സംശയം ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ആദം എവിടെ വെച്ചാണ് പാപം ചെയ്തത്? സംശയമില്ലല്ലോ. എവിടെ വെച്ചാ? ഏദേൻ തോട്ടത്തിൽ വെച്ചാണ് പാപം ചെയ്തത്. ഈ ഏദേൻ തോട്ടം എന്ന് പറഞ്ഞാൽ പറുദീസയാണ്. അവിടെ ആരുടെ വാസസ്ഥലമാണത്? ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അപ്പൊ ദൈവത്തിന്റെ വാസസ്ഥലമായ ഈ പറുദീസയിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തോട് കൂടെ പാർക്കുന്ന ഈ ആദവും ഹവ്വയും പാപം ചെയ്തത് കർത്താവ് കണ്ടു നിന്നിട്ട് അവനെ പിടിച്ചു മാറ്റാഞ്ഞത് എന്താ? അവൻ പാപം ചെയ്തത് കണ്ടു നിന്നപ്പോ അവനെ പിടിച്ചു മാറ്റായിരുന്നില്ലേ? ഒരു ചോദ്യം. എന്തുകൊണ്ട് ദൈവം അത് തടഞ്ഞില്ല? രണ്ടാമത്, അവൻ പാപം ചെയ്തത് അതിൻ്റെ ഇടയിൽ ഒരു പിശാച് എന്ന ഒരാളുടെ പ്രവൃത്തി കൂടി ഉണ്ടായിരുന്നു. പിശാച് അവനെ വഞ്ചിച്ചത് മൂലമാണ് പാപം ചെയ്തത്. ഈ പിശാച് എങ്ങനെ ഏദേൻ തോട്ടത്തിൽ കയറി? ഇത് ഇന്നത്തെ കാലത്ത് പിള്ളേര് വരെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഈ പിശാച് ഏദേൻ തോട്ടത്തിൽ എങ്ങനെ കയറി? തീർച്ചയായിട്ടും ദൈവം അറിയാതെ പിശാചിന് ഏദേൻ തോട്ടത്തിൽ കയറാൻ പറ്റുമോ? ദൈവം സർവവും അറിയുന്നവനല്ലേ? ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം അത് അനുവദിച്ചു? അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉത്ഭവഭാവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഉത്ഭവഭാവത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ അവസാനം മനസ്സിലാക്കിയത്, ഇന്ന് വെളുപ്പിന് എല്ലാവരും 4 മണിക്ക് എണീറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? എത്ര പേര് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് എണീക്കാൻ പറ്റി? ഒന്ന് കൈപൊക്കിയേ. ഇത്ര പേര് കൈ ഉയർത്തി ഒന്ന് കൈവീശി കാണിച്ചേ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറയാം. കണ്ടോ, ഇത് കുറെ ദിവസം ഇനി തുടരണം. വെളുപ്പിനെണീറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കേട്ടല്ലോ, പടിവാതിക്കൽ ജ്ഞാനം കാത്തിരിക്കണം. ഇങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. ദൈവീക രഹസ്യങ്ങളാണ് ദൈവമക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവീക രഹസ്യങ്ങളെ കുറിച്ചുള്ള വെളിപാട്.
ഈ ദൈവിക രഹസ്യങ്ങളുടെ വെളിപാട് ദൈവം നമുക്ക് തരുന്നു. അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ ദൈവിക രഹസ്യങ്ങൾ അറിയാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. തയ്യാറല്ലേ? റെഡിയല്ലേ? നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനമാണ് നമ്മൾ ആലപിക്കാൻ പോകുന്നത്. ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1-2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് പ്രധാന കാര്യം, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും. രണ്ടാമത്, ആ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും ദൈവമക്കളാക്കി മാറ്റുന്നു. പാപിയായ ഞാൻ ദൈവമകനായി മാറുന്നു. മൂന്നാമത്, ആ പരിശുദ്ധാത്മാവും നമ്മളിലുള്ളത്, പിതാവും പുത്രനും നമ്മളിലുണ്ട്. നാലാമത്, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചുകൊണ്ട് ആബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ എല്ലാം ഓർത്തുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിന് അരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ.